ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ വന്ദനം. വീണ്ടും ഒരു പ്രാവശ്യവും കൂടി കർത്താവിൻ്റെ സാക്ഷിയായി നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുവാൻ, കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ, യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിലിരുന്ന് ആ കാൽച്ചുവട്ടിലിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ, ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ, ഇന്നലകളിലേക്ക് നോക്കി നിരാശപ്പെടാതെ പ്രത്യാശയോടെ ക്രിസ്തുവിലേക്ക് നോക്കി ജീവിതത്തെ തിരുത്തുവാനും മുമ്പോട്ടുള്ള ജീവിതം ക്രിസ്തുവിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവം നമുക്ക് ഒരവസരവും കൂടി തന്നിരിക്കുകയാണ്. ആയുസ്സും ആരോഗ്യവും തന്നിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ മനസ്സ് ഏകാഗ്രതയോടെ ദൈവമുഖത്തേക്ക് നോക്കാം. കർത്താവിൻ്റെ പരസ്യശുശ്രൂഷ വേളയിൽ കർത്താവ് ഒരു ഗ്രാമത്തിൽ ചെന്നു. മാർത്ത കർത്താവിനെ കൈക്കൊണ്ടു. എന്നാൽ മറിയ ആ യേശുവിൻ്റെ കാൽപാദത്തിലിരുന്നു കൊണ്ട് ആ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദൈവവചനം കേട്ടു. ദൈവമക്കളെ, മാർത്ത പലതിനെക്കുറിച്ചും വിരാജപ്പെട്ടും മനം കലങ്ങിയുമിരുന്നു. എന്നാൽ യേശു പറഞ്ഞു, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന്. ദൈവമക്കളെ, നാം ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട്, ആ കാൽച്ചുവട്ടിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കാം. കർത്താവേ, നീ എന്നോട് സംസാരിക്കണമേ, നീ എന്നോട് ഇടപെടണമേ. ദൈവമക്കളെ, നാം കടന്നു വരുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അടുക്കലേക്ക് കടന്നു വന്ന് നമ്മോട് ചേർന്നിരുന്ന് നമ്മെ തലോടുന്നതും നമ്മെ ആശ്വസിപ്പിക്കുന്നതും നാം അനുഭവിക്കുന്നില്ല. ദൈവമക്കളെ, ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഈ ഹോളിൽ കടന്നു വന്ന് ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ യോഗങ്ങളെല്ലാം കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നേരിട്ട് ഇടപെടുന്നതും പാപബോധം തരുന്നതും, പിന്നീട് വീട്ടിലിരുന്ന് പാപത്തെ ഓർത്ത് എണ്ണി എണ്ണി ദൈവസന്നിധിയിൽ കരയുന്നതും എൻ്റെ ഒരു അനുഭവമാണ്. ദൈവമക്കളെ, ഞാൻ നിങ്ങളെക്കാളും നിസ്സാരനായ ഒരു വ്യക്തിയാണ്. ഞാൻ ഇവിടെ വചനം പറയുവാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നുവെങ്കിലും ദൈവമക്കളെ, ഈ വചനം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ പോയിരുന്ന് ഞാൻ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുകയല്ല. മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞിട്ട് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക എത്രയേ ചെയ്യുന്നത്. ദൈവമക്കളെ, വചനം പറയുക മാത്രമല്ല, ഈ വചനത്തിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കണമെന്നുള്ള ഒരു വലിയൊരാഗ്രഹം ദൈവത്തിൻ്റെ ആത്മാവ് ഈ കാലങ്ങളിൽ എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവമക്കളെ, നാം വിശേഷപ്പെട്ട ജാതിയാണ്. ദൈവത്തിന് അവകാശമായ ഒരു ദൈവജനമാണ്. കർത്താവിൻ്റെ സ്വന്തം ജനമാണ്. അവൻ നമ്മെ തിരഞ്ഞെടുത്തു, അവൻ നമ്മെ വീണ്ടെടുത്തു. എന്തിനു വേണ്ടി? നാം ഫലം കായ്ക്കുന്നതിന് വേണ്ടി. നമുക്കൊരു വേദഭാഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട ബേഥേലിൽ ചെന്ന് പാർക്ക. നിന്റെ സഹോദരനായ ഏശാവിന് മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ യാക്കോബ് തൻ്റെ കുടുംബത്തോടും കൂടെയുള്ള നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവിൻ. നാം പുറപ്പെട്ട് ബേഥേലിലേക്ക് പോകാം. എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അനന്തരം യാക്കോബിനോട്, സ്വർഗത്തിലെ ദൈവം യാക്കോബിനെ മറന്നില്ല. യാക്കോബ് ദൈവത്തെ മറന്നെങ്കിലും യാക്കോബിനെ മറക്കാത്ത ഒരു ജീവനുള്ള ദൈവം അരുളി ചെയ്യുകയാണ്. ദൈവീക ശബ്ദം യാക്കോബിനെ കേൾപ്പിക്കുകയാണ്. ഒരു വ്യക്തിയുടെ സമൂലമായ വ്യതിയാനത്തിന് നാന്ദി കുറിച്ച ദൈവവചനമാണ് നാം ഇവിടെ കേട്ടത്.
യാക്കോവിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു വചനമാണ് ഈ വചനം. അതുവരെയുമുള്ള യാക്കോബല്ല പിന്നീടുള്ള യാക്കോബ്. യാക്കോബിനോട് വ്യക്തിപരമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. എന്തിനു വേണ്ടി? യാക്കോബിന് ഒന്ന് പുതുക്കണം, യാക്കോബിൻ്റെ ജീവിതത്തിൽ ഉണർവ് തരണം, യാക്കോബിനെ ഒന്ന് നവീകരിക്കണം. ദൈവമക്കളെ, നമ്മെ ഓരോരുത്തരെയും നവീകരിക്കുവാൻ, ഒരു നവീകരണം തരുവാൻ, നമ്മുടെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മുടെ സ്ഥിതിക്ക് മാറ്റം തരുവാൻ, നമ്മെ അടിമുടി ഒന്ന് മാറ്റുവാൻ, ഒന്ന് പൊളിച്ചെഴുതുവാൻ ദൈവമക്കളെ സ്വർഗത്തിലെ ദൈവം ഇന്നും അധ്വാനിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ വചനത്തിലൂടെ ഈ ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ ആ വ്യക്തിയോട് സ്വർഗത്തിലെ ദൈവം എങ്ങനെ ഇടപെട്ടു, എങ്ങനെയാണ് ഇടപെട്ടത്, അതുപോലെ നമ്മോടും സ്വർഗത്തിലെ ദൈവം ഇടപെടുകയാണ്. വഴിമുട്ടി നിൽക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുകയാണ്. ഇനി മുമ്പോട്ട് എങ്ങനെയെന്ന് യാക്കോവിന് അറിയാൻ പാടില്ല. ഈ ശേഖേമിൽ വെച്ച് എൻ്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാണോ? ഈ ശേഖേം നിവാസികൾ എന്നെ നശിപ്പിച്ച് കളയുകയാണോ? അവരുടെ ആൺപ്രജകളെ എല്ലാം ലേവിയും ശിമയോനും കൂടി എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അവരെ വെട്ടിക്കൊലപ്പെടുത്തി അവരെ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ദൈവമക്കളെ, ഇനി ഈ കുടുംബത്തിന് എന്താണ് സംഭവിക്കുന്നത്? ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇടപെടുകയാണ്. വചനം, ദൈവമക്കളെ, ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ആത്മീയ ജീവിതത്തിൻ്റെ നവീകരണം എന്ന് പറയുന്നത്, ആത്മീയ ജീവിതത്തിന് പുതുക്കം വേണമെങ്കിൽ, നാം ഒരു പുതിയ സൃഷ്ടിയായി മാറണമെങ്കിൽ, നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കണമെങ്കിൽ 2 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്ന ആ പുതിയ മനുഷ്യനെ നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവമക്കളെ, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ദൈവത്തിൻ്റെ വചനമാണ്. ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ നാം കീഴടങ്ങിയേ പറ്റൂ. ഈ വചനത്തിൻ്റെ മുമ്പിൽ വിനയപ്പെട്ടേ പറ്റൂ. ഈ വചനം ഞാൻ അനുസരിച്ചു കൊള്ളാം കർത്താവേ, ഇതാരിൽ കൂടിയാണെങ്കിലും ഞാൻ അനുസരിച്ചു കൊള്ളാം, ഞാൻ വിനയപ്പെട്ടുകൊള്ളാം, ഈ വചനത്തിൻ്റെ മുമ്പിൽ ഞാൻ വിനയപ്പെട്ടുകൊള്ളാം. ദൈവമക്കളെ, ആ വചനം പറയുന്ന വ്യക്തിയിലേക്ക് നോക്കണ്ട, സാഹചര്യങ്ങളിലേക്ക് നോക്കണ്ട, ആ വചനം ഒഴുകി വരുന്ന ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട്, കർത്താവേ, നീ എന്താണ് കൽപ്പിക്കുന്നത്? ഇന്ന് എന്നോടുള്ള കൽപ്പന എന്താണ്? വേദപുസ്തകത്തിൽ അങ്ങനെ ചോദിച്ച ഒരു വ്യക്തിയുണ്ട്, യോശുവ ഒരിക്കൽ ചോദിച്ചു. യെറീകോവിന് അരികിൽ ഇരിക്കുമ്പോൾ യോശുവയുടെ മുമ്പിൽ ഒരു വ്യക്തി പ്രത്യക്ഷപ്പെടുകയാണ്. ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ, നീ ശത്രുപക്ഷക്കാരനാണോ, നീ ഞങ്ങളുടെ പക്ഷക്കാരനാണോ എന്ന് ചോദിച്ചപ്പോൾ അന്നേരം ആ ദൂതൻ പറയുകയാണ്, ആ ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വന്നിരിക്കുന്ന വ്യക്തിയാണ്. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. അതിന് അവൻ, അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണു നമസ്കരിച്ച് അവനോട്, കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്ത് എന്ന് ചോദിച്ചു. കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്ത്? ദൈവമക്കളെ, എളിമയോടെ ചോദിക്കുകയാണ്, വിനയത്തോടെ ചോദിക്കുകയാണ്, ദൈവസന്നിധി വീണുകൊണ്ട് ചോദിക്കുകയാണ്, ആ ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്. അവിടെ ദൂതനെ മറക്കുകയാണ്, അവിടെ നിൽക്കുന്ന വ്യക്തിയെ മറക്കുകയാണ്. ഇത് ദൈവം അയച്ചിരിക്കുന്ന വ്യക്തിയാണെന്ന് മനസ്സിലായപ്പോൾ ആ ദൈവസന്നിധി വീണുകൊണ്ട് യോശുവ ചോദിക്കുകയാണ്, ദൈവത്തിന് എന്നോടുള്ള കൽപ്പന എന്താണെന്ന്. ദൈവമക്കളെ, ദൈവവചനം കേൾക്കാൻ കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ചോദ്യം അതാണ്, കർത്താവേ, നിന്റെ കൽപ്പന ഞാൻ അനുസരിച്ചു കൊള്ളാം. നിന്റെ കൽപ്പന എന്താണെന്ന് എന്നെ ഇന്ന് കേൾപ്പിക്കണമേ. ഇന്ന് വചനത്തിലൂടെ എന്നെ അത് കേൾപ്പിക്കണമേ. ഞാനതനുസരിച്ചു കൊള്ളാം. ആ പാരഗ്രാഫ് അവസാനിക്കുമ്പോൾ യോശുവ അങ്ങനെ ചെയ്തു എന്ന് നാം വായിക്കുന്നു. യോശുവ അങ്ങനെ തന്നെ ചെയ്തു എന്ന് പറഞ്ഞു. എന്താണ് കൽപ്പിച്ചത്? നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു മാറ്റുക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് കൽപ്പിക്കുകയാണ്.
ദൈവമക്കളെ, നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ ഈ സമർപ്പണത്തോടെ ഇരിക്കണം. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചുകൊള്ള, ദൈവത്തിൻ്റെ കൽപ്പന പൂർണ്ണമായിട്ടും അവിടെ മത്സരിക്കാതെ ചോദ്യം ചെയ്യാതെ ഞാൻ അനുസരിച്ചു കൊള്ളാം. ദൈവമക്കളെ, നാം കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് ചിന്തിച്ചു. വചനം എങ്ങനെ സ്വീകരിക്കണമെന്ന് നാം ചിന്തിച്ചു. 3 സുവിശേഷങ്ങളിലൂടെയും ഒരുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് കൽപ്പിക്കുന്ന വചനമാണ് വിതക്കാരൻ്റെ ഉപമ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങളും, മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളും, അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 4-ാം വാക്യം മുതൽ 15-ാം വാക്യം വരെയും. ദൈവമക്കളെ, അവിടെയെല്ലാം വിതക്കാരൻ്റെ ഉപമയെക്കുറിച്ച് യേശു പറയുന്നുണ്ട്. ആ ഉപമ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്: കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. മത്തായിയുടെ സുവിശേഷത്തിൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ദൈവമക്കളെ, അതുവരെയും ദൈവവചനം കേട്ടുകൊണ്ടിരുന്ന ആ പുരുഷാരത്തോടാണ് യേശു പറയുന്നത്. അതിനുശേഷവും കേൾക്കാനിരിക്കുന്നവരോടാണ് യേശു പറയുന്നത്. ആ ഉപമയുടെ മധ്യത്തിലാണ് യേശു പറയുന്നത് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത്? ചെവിയില്ലാത്തവരാണോ അവിടെ കടന്നു വന്നിരിക്കുന്നത്? ചെവിയുള്ളവർ തന്നെയാണ്. അവർ കേൾക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, ദൈവവചനം കേൾക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഉള്ളിലേക്ക് കടക്കുന്നില്ല. ദൈവവചനം ചെവിയുടെ ഉള്ളിലേക്ക് കടക്കുന്നില്ല. ചെവിയുടെ പുറമേ വരുന്നുണ്ട്, പക്ഷേ ഉള്ളിലേക്ക് കടക്കുന്നില്ല. അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഈ ഉപമ എന്താണെന്ന്, ഈ ഉപമയുടെ മർമ്മം എന്താണെന്ന് ഇതാ ശിഷ്യന്മാർ ചോദിക്കുന്നു. അവർക്കൊന്നും മനസ്സിലായില്ല. വിതക്കാരൻ്റെ ഉപമ പറഞ്ഞു. അവിടെ യേശു പറഞ്ഞു, ഇതാ വിത്ത് വഴിയരികെ വീണു, ഇതാ പറവുകൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞത് മനസ്സിലായില്ല. ശത്രു വന്ന് വചനം എടുത്തുകൊണ്ട് പോകുകയാണ്. വചനം കേൾക്കുന്ന മാത്രയിൽ തന്നെ വചനം എത്തിക്കൊണ്ട് പോവുകയാണ്. ആ വചനം ക്രിയ ചെയ്യുന്നില്ല. ആ ദൈവവചനം ഇന്നെന്താണ് പറഞ്ഞതെന്ന് അപ്പോൾ തന്നെ മറന്നു പോകുന്നു. ദൈവമക്കളെ, ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, നിങ്ങൾ ഈ ദൈവവചനം കേട്ടിട്ട് വീട്ടിൽ പോയി സ്വസ്ഥമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് എന്താണ് സംസാരിച്ചത്? ഈ ദൈവവചനം കേട്ടിട്ട് എനിക്കെന്താണ് ലഭിച്ചത്? ഇന്നത്തെ വചന ശുശ്രൂഷയിൽ കൂടി ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചത് എന്തെല്ലാമാണ്? എനിക്ക് എന്തെല്ലാം സമർപ്പണങ്ങളാണ് ഞാൻ എടുത്തത്? ദൈവമക്കളെ, നിങ്ങൾ ദൈവസന്നിധിയിലിരുന്ന് ചിന്തിക്കാറുണ്ടോ? അതെയോ വചനം കേട്ട് മടങ്ങിപ്പോകുമ്പോൾ തന്നെ എല്ലാം മറന്നു കളയുകയാണോ? രണ്ടാമത്തത്, പാറസ്ഥലത്ത് വീണു. അതിന് മണ്ണില്ലാത്തതുകൊണ്ട് എളുപ്പം മുളച്ചു വന്നു. പക്ഷേ പാറയായതുകൊണ്ട് എളുപ്പം മുളച്ചു വന്നെങ്കിലും ക്ഷണത്തിൽ നശിച്ചു പോയി. ദൈവമക്കളെ, എന്താണ് പീഡകളും പ്രയാസങ്ങളും? ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ നശിച്ചു പോകും, നിങ്ങൾ ശാപത്തിനിടയാവുമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചഞ്ചലിപ്പ് വരുന്നു. വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യാതെ പോകുന്നു. ദൈവമക്കളെ, മൂന്നാമത്തെ കാര്യം എന്താണ്? ആ വചനം മുള്ളിനിടയിൽ വീണു. ഈ ലോകത്തിൻ്റെ ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും വന്ന് ഈ വചനത്തെ ഞെരുക്കിക്കളയുന്നു. പിന്നെ ഈ വചനം ഫലം ചെയ്യുന്നില്ല. അവിടെ കർത്താവ് പറഞ്ഞു, ഇതാ 30, 60, 100 മേനിയായിട്ട് ഫലം ചെയ്തത് നല്ല നിലത്താണെന്ന്. ദൈവമക്കളെ, എന്നും വചനം നാം കേൾക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട യോഹന്നാൻ സാർ എഴുതിയ അനേകം പുസ്തകങ്ങളുണ്ട്. ദൈവമക്കളെ, നാം എത്ര പേര് വായിക്കുന്നുണ്ട്? എത്ര പേര് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്? ഇത് കേട്ട വചനമാണ്, ഇത് ഞാൻ വായിച്ചതാണ്, ഞാൻ 2 3 തവണ വായിച്ചിട്ടുണ്ട്, ഇനിയും വായിക്കണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയാണോ? ദൈവമക്കളെ, ദൈവവചനം നമുക്ക് രൂപാന്തരം തരുന്നതാണ്, നമുക്ക് തിരുത്തൽ തരുന്നതാണ്. നമ്മെ തിരുത്തുന്നത് ദൈവവചനമാണ്. ദൈവമക്കളെ, അത് ഊന്നിപ്പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മെ തിരുത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഞാൻ പറയട്ടെ, ക്രിസ്തീയ ജീവിതം തിരുത്തലിൻ്റെ ജീവിതമാണ്. തിരുത്തലിൻ്റെ ജീവിതമാണ്. എനിക്കും നിങ്ങൾക്കും തിരുത്തലിൻ്റെ ആവശ്യമുണ്ട്. നാം തിരുത്തണം. ദൈവസന്നിധിയിലിരുന്ന്, കർത്താവേ, ഞാൻ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. എന്നെ ഒന്ന് തിരുത്തണമേ, എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഇനി ഏതെല്ലാം കാര്യത്തിൽ എനിക്ക് തിരുത്താനുണ്ട് എന്ന് നിന്റെ ആത്മാവ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് നാം വിനയത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കണം. ദൈവമക്കളെ, നമുക്ക് അന്യോന്യം തിരുത്താം.
നമുക്ക് അന്യോന്യം തിരുത്താം. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എന്നെ തിരുത്താം, ഏത് സമയത്ത് വേണമെങ്കിലും തിരുത്താം. ഏത് കാര്യത്തിൽ എൻ്റെ സംസാരത്തിലോ പെരുമാറ്റത്തിലോ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് അറിയണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യമുണ്ട്. എന്നെ വ്യക്തിപരമായി കടന്നു വന്ന് എൻ്റെ തെറ്റ് തിരുത്തുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ദൈവമക്കളെ, എന്തുകൊണ്ട് നാം എല്ലാവരും ഇന്നെന്ന പോലെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകും ഒരു നാള്. ഇന്ന് കാണുന്ന ഈ കണ്ണ്, ഇന്ന് ചലിക്കുന്ന ഈ അവയവങ്ങൾ എല്ലാം നിശ്ചലമാകും. ദൈവമക്കളെ, അതെന്നാണെന്ന് അറിയാൻ പാടില്ല. അടുത്തോ അകലെയോ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ദൈവമക്കളെ, എന്നാൽ ആ ദൈവരാജ്യത്തിൽ നാം കടന്നു ചെല്ലണ്ടേ? തിരുത്താനുള്ള സമയം ഈ ശരീരത്തിൽ ഈ ആത്മാവുള്ളപ്പോൾ മാത്രമേ നമുക്ക് തിരുത്താൻ സമയമുള്ളൂ. അതുകൊണ്ട് നമുക്ക് തിരുത്തണം. ദൈവമക്കളെ, നമുക്ക് ദൈവസന്നിധിയിലിരുന്ന് തിരുത്താം. ഈ ദൈവവചനം കേട്ട് ഈ ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് നമുക്ക് സമൂലമായ ഒരു വ്യത്യാസം സ്വർഗത്തിലെ ദൈവം നമുക്ക് തരും. അതിനുവേണ്ടിയാണ് നിരന്തരം ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനത്തിലൂടെ നമ്മോട് ഇടപെടുന്നത്. ദൈവമക്കളെ, രൂപാന്തരപ്പെടുത്തുന്നതാണ് ദൈവവചനം. ഒരു പഴയ ഗാനമുണ്ട്, ശ്രദ്ധേയമായ ഒരു ഗാനമാണ്. അത് ഗദ്യരൂപേണ ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവവചനം ജീവനും ശക്തിയും ആകയാൽ ആത്മരക്ഷയും ദേവനും ഹൃദയത്തിൽ കൈക്കൊണ്ടാൽ ആത്മമരണം മാറും, ജീവനിൽ അവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം. ദൈവമക്കളെ, ദൈവവചനം ജീവൻ തരുന്നതാണ്. ജീവൻ തരുന്നതാണ് ദൈവവചനം. നിന്റെ ആത്മരക്ഷ തരുന്നതാണ്. ദൈവമക്കളെ, ആത്മമരണം മാറും. ഹല്ലേലൂയ. നിത്യമായ മരണം ഒഴിവാക്കി തരുന്നതാണ് ഈ ദൈവവചനം. ദൈവമക്കളെ, ഈ വചനം വായിക്കുമ്പോഴും ഈ വചനം കേൾക്കുമ്പോഴും എന്തോ ഒരു സന്തോഷമാണ്. ഹല്ലേലൂയ. എന്തോ ഒരു ആനന്ദമാണ്. ദൈവമക്കളെ, ഈ വചനം സംസാരിക്കുമ്പോഴും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആഴത്തിൽ ആനന്ദം തരുന്നു, സന്തോഷം തരുന്നു. ഈ ദൈവവചനമാണ് നമ്മെ മുമ്പോട്ട് നയിക്കുന്നത്. നമ്മെ നമ്മുടെ പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും പ്രശ്നങ്ങളുടെ മധ്യത്തിലും ഈ ദൈവവചനം ഒന്ന് ഉരുവിട്ടെ. ദൈവമക്കളെ, ഈ ദൈവവചനം ഒന്ന് ഉരുവിട്ടെ. നമുക്ക് ബലം തരും, നമുക്ക് ശക്തി തരും, നമ്മുടെ നിരാശ മാറും. നമ്മൾ ദൈവമക്കളെ, നമ്മുടെ ഹൃദയം വികസിക്കാൻ തുടങ്ങും. സഹോദരങ്ങളെ, ഇപ്പോൾ ഈ ദൈവവചനം കേട്ട് നാം അനുസരിച്ചില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ഈ ദൈവവചനം കേൾക്കാൻ സാധിക്കുകയില്ല. ഒരു സമയം വരെ ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് വാദിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം നാം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യനിൽ സദാകാലം വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. പഴയ നിയമത്തിൽ ഒരു രാജാവുണ്ട്, ശൗൽ രാജാവ്. തൻ്റെ അപ്പൻ കീസിൻ്റെ കഴുതകളെ ഒരിക്കൽ തേടി നടക്കുകയായിരുന്നു. കാണാൻ കഴിഞ്ഞില്ല. അനേകം സ്ഥലങ്ങളിലൂടെ തേടി നടന്നു. അപ്പൻ്റെ കഴുതയെ കാണുന്നില്ല. നിരാശപ്പെട്ട് പറയുകയാണ്, ഇനി നമുക്ക് മടങ്ങിപ്പോകാം. അപ്പോൾ കൂടെയുള്ള ഭൃത്യൻ പറഞ്ഞു, ഇവിടെ ഒരു പ്രവാചകനുണ്ട്, ശൗമേൽ എന്ന് പറഞ്ഞ ഒരു പ്രവാചകനുണ്ട്, അവൻ്റെ അടുക്കൽ ഒന്ന് നമുക്ക് ചെല്ലാം, അവൻ നമ്മോട് പറഞ്ഞു തരും. ദൈവമക്കളെ, ഈ പ്രവാചകനായ ശൗമേലിൻ്റെ അടുത്ത് ശൗല് ചെന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഇവനെ അഭിഷേകം ചെയ്യുക. ഇസ്രായേലിൻ്റെ 1-ാമത്തെ രാജാവായി ശൗലിനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ശൗമേൽ ഇത് പറഞ്ഞപ്പോൾ ശൗല് പറയുകയാണ്, ഇസ്രായേൽ ഗോത്രത്തിൽ ഏറ്റവും ചെറിയ ഗോത്രമായ ബെന്യാമീൻ ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണ് ഞാൻ. ഈ ബെന്യാമീൻ ഗോത്രത്തിലും ഏറ്റവും ചെറിയ കുടുംബത്തിൽ പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. എന്തെളിമയോടെ, ഒരിക്കൽ വളരെ എളിമയുള്ള ഒരു വ്യക്തിയായിരുന്നു ശൗൽ. ദൈവമക്കളെ, ദൈവസന്നിധിയിൽ എളിമപ്പെട്ട വ്യക്തിയാണ്. നാം 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ശൗലിനെ ആദ്യമായിട്ട് കാണുന്ന അധ്യായത്തിലാണ്. 9-ാം അധ്യായം കഴിഞ്ഞു. 10-ാം അധ്യായത്തിൽ ഈ ശൗമേലിൻ്റെ തൈലക്കൊമ്പിൽ നിന്ന് തന്നെ തൈലം വീണ് ഈ ശൗലിനെ ദൈവം അഭിഷേകം ചെയ്തു. അന്ന് തന്നെ അവനൊരു വേറൊരു ഹൃദയം കിട്ടി. അവൻ പ്രവചിക്കുന്നവനായി തീർന്നു, പ്രവാചക ഗണത്തിൽ അവനായി. ദൈവമക്കളെ, എന്നാൽ ശൗലിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? ഒരിക്കൽ വിനയമുള്ള വ്യക്തിയായിരുന്നു, ഒരിക്കൽ താഴ്മയുള്ള വ്യക്തിയായിരുന്നു. എന്നാൽ കാലപ്പഴക്കത്തിൽ ദൈവത്തിൻ്റെ വചനത്തോട് മത്സരിക്കാൻ തുടങ്ങി. ദൈവവചനത്തെ അനുസരിക്കാതെ
ദൈവത്തോട് മത്സരിക്കാൻ തുടങ്ങി. ദൈവകൽപ്പന ലംഘിച്ച് ദൈവകൽപ്പനയെ അനുസരിക്കാതെ വന്നു. അതിൻ്റെ ഫലം എന്താണ്? ഈ അധികാരം അവനിൽ നിന്ന് മാറിപ്പോയി. ശൗലിന്മേൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ അഭിഷേക തൈലം വീണതാണ് ആ തലമേൽ. എന്നാൽ അവനെ രാജാവായി അഭിഷേകം ചെയ്തതാണ്. പക്ഷേ അവൻ്റെ അധികാരം സ്വർഗത്തിലെ ദൈവം എടുത്തു മാറ്റി. നാം അത് വായിക്കുന്നുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 22-23. നിത്യനായ ദൈവം ശമൂവേലിൽ കൂടി ഒരു വാണിംഗ് കൊടുക്കുകയായിരുന്നു. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധന പോലെയും ആകുന്നു. വചനമനുസരിച്ചില്ല. അനേകം സന്ദർഭങ്ങളിൽ വചനമനുസരിക്കാതെ മാറ്റി മാറ്റി നിന്നു. അധികാരം നഷ്ടപ്പെട്ടു. രാജാവിന്റെ കിരീടം തലയിൽ ഇരിപ്പുണ്ട്, പക്ഷേ അധികാരം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായി ശൗല് മാറി. ദൈവത്തിന്റെ വചനം അവൻ ഏറെക്കാലം ലഭിച്ചില്ല. 1 ശമൂവേലിന്റെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ശൗലിന്റെ ഒരു വിലാപമാണ്. ദൈവമക്കളെ, ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. പ്രവാചകന്മാരെ കൊണ്ടും സ്വപ്നം കൊണ്ടും ദൈവം എന്നോട് അരുളി ചെയ്യുന്നില്ല എന്ന് വിലപിക്കുകയാണ്. അനേകം സന്ദർഭങ്ങളിൽ ദൈവവചനം കേട്ടെങ്കിലും ആ ദൈവവചനത്തെ അനുസരിക്കാതെ മാറി നിന്നതുകൊണ്ട്, അതിന് വില കൊടുക്കാതെ അതിനോട് മത്സരിച്ചത് കൊണ്ട് അധികാരത്തിലിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ അധികാരം എടുത്തു മാറ്റി. ദൈവമക്കളെ, ദൈവവചനത്തെ അനുസരിച്ചില്ലെങ്കിൽ ഏത് അധികാരത്തിലിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ആ അധികാരം നിലനിൽക്കുകയില്ല. കൊടുത്ത അധികാരം എടുത്തു മാറ്റാൻ ദൈവത്തിന് അധികാരമുണ്ട്. ദൈവമക്കളെ, പുതിയ നിയമത്തിൽ ഒരു രാജാവുണ്ട്, ഹെരോദാവ് രാജാവ്. ഹെരോദാവ് രാജാവിനെ കുറിച്ച് നാം വായിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ. ഹെരോദാവ് യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു. അവനെക്കുറിച്ച് കേട്ടിരുന്നത് കൊണ്ട് അവനെ കാണുവാൻ വളരെ കാലമായി ഇച്ഛിച്ചു. അവൻ വല്ല അടയാളവും ചെയ്യുന്നത് കാണാമെന്ന് ആശിച്ചിരുന്നു. ഏറിയോ എന്ന് ചോദിച്ചിട്ടും അവൻ അവനോട് ഉത്തരം ഒന്നും പറഞ്ഞില്ല. ഏറിയൊന്ന് ചോദിച്ചിട്ടും യേശു അവനോട് ഒരു ഉത്തരവും പറഞ്ഞില്ല. ഒരു ഉത്തരവും പറഞ്ഞില്ല. എന്തുകൊണ്ട്? ദൈവമക്കളെ, നാം ചിന്തിക്കേണ്ടതല്ലേ? വചനം നാം ചിന്തിക്കണം. എന്തുകൊണ്ട്? പീലാത്തോസിനോട് അല്പമായിട്ടെങ്കിലും യേശു സംസാരിച്ചു. മഹാപുരോഹിതനോട് കുറച്ചെങ്കിലും സംസാരിച്ചു. ആ വഴിയിൽ നിന്ന യെരൂശലേം പുത്രിമാരോട് യേശു സംസാരിച്ചു. എന്നാൽ ഹെരോദാവിനോട് യേശു എന്തുകൊണ്ട് സംസാരിച്ചില്ല? ദൈവമക്കളെ, ഒരിക്കൽ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ വന്ന് നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് അവൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അവൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിന് കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? അവൻ്റെ ശബ്ദം നിശബ്ദമാക്കി. യോഹന്നാൻ സ്നാപകൻ അവനോട് പറഞ്ഞു. എന്താണ് അവനോട് പറഞ്ഞത്? നീ സഹോദരൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നത് നിനക്ക് ശരിയല്ല എന്ന് അവൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു. അധികാരത്തിലിരിക്കുന്നവനല്ലേ, അധികാരത്തിലിരിക്കുന്നവൻ അധികാരം ഉപയോഗിക്കരുതെന്ന് ദൈവദാസൻ പലപ്പോഴും ദൈവവചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതാ, ഹെരോദാവ് എന്ത് ചെയ്തു? അവനെ കാരാഗ്രഹത്തിൽ അടച്ചു. കാരാഗ്രഹത്തിൽ അടച്ചു എന്ന് മാത്രമല്ല, അല്പനാളിന് ശേഷം അവനെ വെട്ടിക്കൊന്നു. അവനെ ശിരച്ഛേദം ചെയ്തു. ദൈവമക്കളെ, ആ ശബ്ദത്തെ ഇല്ലായ്മ ചെയ്തു. എന്തുകൊണ്ട്? ദൈവമക്കളെ, ഹെരോദാവ് ദൈവവചനം അനുസരിച്ചില്ല. 3.5 വർഷക്കാലം ആ പരശുശ്രൂഷ വേളയിൽ ഒരിക്കലും യേശുവിൻ്റെ അടുക്കൽ വന്നിട്ടില്ല. യേശുവിനോട് സംസാരിച്ചിട്ടില്ല. യേശുവിൻ്റെ സന്നിധിയിൽ വിനയപ്പെട്ടിട്ടില്ല. ദൈവമക്കളെ, തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് ഇഷ്ടമല്ല. നിന്റെ ജീവിതത്തിൽ ഇന്ന തെറ്റോ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ഇന്നത്തെ സമൂഹത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് പാപബോധം തരുന്ന പ്രസംഗം ഇന്ന് പലർക്കും ഇഷ്ടമല്ല. പലർക്കും ഇഷ്ടമല്ല. ഇന്ന് അനുഗ്രഹങ്ങളെക്കുറിച്ചും അത്ഭുതങ്ങളെക്കുറിച്ചും പറയുന്ന പ്രസംഗങ്ങളാണ് എല്ലാവർക്കും സ്വീകാര്യം. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവുള്ള വ്യക്തിക്ക് മിണ്ടാതിരിക്കാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവിൽ അവൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു തരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നവരാണ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനമാകുന്ന ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കാം. എൻ്റെ യേശുവേ, ഞാനിതാ നിന്റെ
നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഈ വചനത്തിനോട് ഞാൻ മത്സരിക്കയില്ല, ഞാൻ മറുതലിക്കയില്ല കർത്താവേ. ഇതിൻ്റെ മുമ്പിൽ ഞാൻ പൂർണ്ണമായിട്ടും വിനയപ്പെട്ടുകൊള്ളാം. ദൈവമക്കളെ, നമ്മുടെ വായിൽ ഈ വചനം തരികയാണ്. അങ്ങനെയാണ് ആവർത്തന പുസ്തകം 30-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് ഈ വചനം സമീപത്താണ്. ഈ വചനം മാറിപ്പോകുന്ന ഒരു സമയമുണ്ട്. ഈ മനുഷ്യനിൽ ദൈവത്തിൻ്റെ ആത്മാവ് സദാകാലം വാദിച്ചു കൊണ്ടിരിക്കുകയില്ല ദൈവമക്കളെ. ഇന്ന് പാപബോധം തരുന്ന ക്രിസ്തു, ഹല്ലേലൂയ, ഇത് മാറിപ്പോകുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം തരികയാണ്, നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുത്തുകയാണ്. മകനെ, നഷ്ടപ്പെടുത്തല്ലേ, സമയം നഷ്ടപ്പെടുത്തല്ലേ, മാറ്റി മാറ്റി വെക്കല്ലേ, കാലം ഇനി നീട്ടല്ലേ. ഹല്ലേലൂയ. ദൈവമക്കളെ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, വചനം ജഡമായി തീർന്നു എന്ന്. വചനം ജഡമായി തീർന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, വചനം ജഡമായി തീർന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് നാം വായിക്കുന്നു. ആ 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. അവൻ നമ്മുടെ മധ്യത്തിലുണ്ട് ദൈവമക്കളെ. അവന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാം. നമുക്ക് ആഗ്രഹത്തോടെ, തീരുമാനത്തോടെ, സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ ചേർന്നിരിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.